പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വർത്താനങ്ങൾ? എല്ലാവരും സുഖമല്ലേ? എല്ലാവരും വീടുകളിൽ ലോക്കായി പോയിട്ടുണ്ടോ? ലോക്കായി പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്? ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങളും ആരോഗ്യ പ്രവർത്തകർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇന്ന് രസതന്ത്രത്തിലെ 10ാം ക്ലാസ്സിലെ രസതന്ത്ര പാഠത്തിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന് പറയുന്ന പാഠഭാഗത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ പാഠഭാഗം പഠിച്ചുകൊണ്ട് നമുക്ക് എന്താണ് നേട്ടമുള്ളത്? ഈ പാഠഭാഗത്തിലൂടെ നമ്മൾ എന്തൊക്കെ ആശയങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളാൻ പോകുന്നത്? പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ശരിയാണ്, പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? ഇലക്ട്രോൺ വിന്യാസത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഷെല്ലുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഉപഷെല്ലുകളെ പറ്റി പഠിക്കുന്നുണ്ട്, സബ്ഷെല്ലുകളെ പറ്റി പഠിക്കുന്നുണ്ട്. നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ ഓരോ ബ്ലോക്കുകൾ ഉണ്ട്, SPDF എന്ന് പറയുന്ന ഓരോ ബ്ലോക്കുകൾ ഉണ്ട്. ഈ ബ്ലോക്കുകളുടെ സവിശേഷതകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഓക്സീകരണാവസ്ഥയുടെ, ഒരു മൂലകത്തിന്റെ ഓക്സീകരണാവസ്ഥയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കറിയാം 10ാം ക്ലാസ്സിൽ 40 മാർക്കിനാണ് പരീക്ഷ വരുന്നത്. 40 മാർക്കിനാണ് പരീക്ഷ വരുന്നത്. അതിൽ 35 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താവും? A+ കിട്ടും. നമ്മളെല്ലാവരുടെ ലക്ഷ്യം എന്താണ്? A+ എത്തുക എന്നാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം തന്നെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ ഇതിൽ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? ഈ പാഠഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഈ പാഠഭാഗത്തിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും ബാഗൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഈ ബാഗ് കൊണ്ട് നടക്കുന്നത് എന്തിനാണ്? നമ്മളെ ബുക്കൊക്കെ അടുക്കി വെക്കാനാണ്. അപ്പൊ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഉണ്ടാവുന്ന, ലോകത്തുണ്ടാവുന്ന പദാർത്ഥങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് എന്താണ്? മൂലകങ്ങൾ കൊണ്ടാണ്. പദാർത്ഥങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് മൂലകങ്ങൾ കൊണ്ടാണ്. അപ്പൊ ഈ മൂലകങ്ങളെല്ലാം അടുക്കി വെച്ചിരിക്കുന്നതാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂലകങ്ങളെല്ലാം അവയുടെ സവിശേഷതയ്ക്ക് അനുസരിച്ചിട്ട് അടുക്കി വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആവർത്തന പട്ടിക എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ. ഇനി വേറെ എന്താണ്? ഇലക്ട്രോൺ വിന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ വിന്യാസം എന്ന് പറഞ്ഞാൽ, ഒരു ആറ്റത്തില്, നമ്മൾ ഒരു ആറ്റം ഉണ്ടല്ലോ, ഓക്സിജൻ ആറ്റം ഉണ്ട്, നൈട്രജൻ ആറ്റം ഉണ്ട്, അതുപോലെ ലിഥിയം ആറ്റം ഉണ്ട്, അതുപോലെ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഇങ്ങനെയുള്ള പല ആറ്റങ്ങളുണ്ട്. ഈ ആറ്റത്തിൽ അതിന് ഇലക്ട്രോണുകളുണ്ട്. ആറ്റത്തിൽ എന്തൊക്കെയുണ്ട്? ഇലക്ട്രോൺ ഉണ്ട്. നമ്മൾ 9ാം തരത്തിൽ പഠിച്ചിട്ടുണ്ട്. ആറ്റത്തിന്റെ ഘടനയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ബോർ മോഡൽ ഉണ്ട്, അതുപോലെ തന്നെ റുദർഫോർഡ് മോഡൽ ഉണ്ട്. ഇങ്ങനെയുള്ള ആറ്റത്തിന്റെ മോഡലുകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇങ്ങനെയുള്ള ആറ്റത്തില് ഇലക്ട്രോണുകളുടെ വിന്യാസത്തെ, ഇലക്ട്രോണുകളുടെ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ആറ്റത്തിൽ ഉണ്ടാവുന്ന ഇലക്ട്രോണുകളുടെ അവയുടെ ഊർജ്ജ നിലയ്ക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വിന്യസിപ്പിച്ചിട്ടുണ്ട്. ആറ്റത്തിൽ എന്തുണ്ട്? ഇലക്ട്രോണുകളുണ്ട്. ഈ ഇലക്ട്രോണുകളുടെ ഊർജ്ജ നിലയ്ക്ക് അനുസരിച്ച് ഇവയെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പാഠം പഠിച്ചു കഴിഞ്ഞോ? നമ്മൾ എന്തൊക്കെ പഠിച്ചു? പീരിയോഡിക് ടേബിളും പഠിച്ചു, ഇലക്ട്രോൺ വിന്യാസവും പഠിച്ചു. ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞു നമ്മൾ? ഇല്ല, പഠിച്ചു കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ കുറെ കാര്യങ്ങളുണ്ട്. ഇതിന്റെ ഉള്ളിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പഠിക്കുന്നത് കൺസെപ്ഷ്യലി ആയിട്ടാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ, നമുക്ക് എന്തുണ്ട്? കുറേ സമയമുണ്ടല്ലോ. ഇപ്പൊ ലോക്ക്ഡൗൺ ആണ്, നമുക്ക് കുറേ സമയമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഓരോ കാര്യങ്ങളും അതിന്റെ കൺസെപ്ഷ്യലി ആയിട്ട് നമുക്ക് ലേൺ ചെയ്യാം. കൺസെപ്ഷ്യലി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ഓക്കെ. എല്ലാവരും റെഡി ആണല്ലോ? എല്ലാവരും റെഡിയാണ് അല്ലേ? എല്ലാവരും ബുക്കൊക്കെ എടുത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിന് ആറ്റങ്ങളിൽ ഉണ്ടാവുന്ന ഇലക്ട്രോൺ വിന്യാസത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇലക്ട്രോൺ വിന്യാസത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. നമുക്കറിയാം എന്തൊക്കെയുണ്ട് ആറ്റം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓക്സിജൻ ഉണ്ട്. ഈ ഓക്സിജൻ ഇതെങ്ങനെയാണ്? O2 മോളിക്യൂളാണ്. ഓക്സിജൻ ആറ്റം എന്ന് പറയുന്നത്, ഒരു ഓക്സിജൻ ആറ്റവും വേറൊരു ഓക്സിജൻ ആറ്റവും ദിബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടാണ് ഓക്സിജൻ മോളിക്യൂളായി മാറുന്നത്. അതുപോലെ തന്നെ ഒരു നൈട്രജൻ ആറ്റവും വേറൊരു നൈട്രജൻ ആറ്റവും തമ്മിൽ ത്രിബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടാണ് നൈട്രജൻ മോളിക്യൂൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെയാണ് ഫ്ലൂറിൻ മോളിക്യൂള്, അതുപോലെ തന്നെയാണ് ഹൈഡ്രജൻ മോളിക്യൂള്. 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഹൈഡ്രജൻ മോളിക്യൂളുകൾ ഉണ്ടാവുന്നത്. ഇക്കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതാണ്. ഇക്കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്.
നമ്മൾ ആറ്റത്തിന്റെ ഘടനയെ പറ്റിയിട്ട് നമ്മൾ 9ാം തരത്തിൽ പഠിച്ചിട്ടുണ്ട്. ആറ്റത്തിന്റെ ഘടനയെ കുറിച്ചിട്ട് റുദർഫോർഡ് മോഡൽ, അതുപോലെ ബോർ മോഡൽ, നമ്മൾ ആറ്റത്തിന്റെ ഘടനയെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ ഒരു ആറ്റത്തിന്റെ സെന്ററിൽ എന്താ ഉള്ളത്? ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ സെന്ററിൽ എന്താണുള്ളത്? ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. ന്യൂക്ലിയസിനെ കണ്ടുപിടിച്ചതും ന്യൂക്ലിയസ് ആണ് ആറ്റത്തിന്റെ സെന്ററിൽ എന്ന് പറഞ്ഞതൊക്കെ ആരാണ്? റുദർഫോർഡ്, ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഈ ന്യൂക്ലിയസിന്റെ ചുറ്റും ഷെല്ലുകളുണ്ട്. ന്യൂക്ലിയസിന്റെ ചുറ്റും എന്തുണ്ട്? ഷെല്ലുകളുണ്ട്. ന്യൂക്ലിയസിന്റെ ചുറ്റും എന്തുണ്ട്? ഷെല്ലുകളുണ്ട്. ഈ ഷെല്ലിനെ 1ാമത്തെ ഷെല്ല്, ഇത് 2ാമത്തെ ഷെല്ല്, ഇത് 3ാമത്തെ ഷെല്ല്, ഇത് 4ാമത്തെ ഷെല്ല്. ഈ ഷെല്ലുകളെ നമ്മൾ കെ, എൽ, എം, എൻ എന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സിനെ കൊണ്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇത് 1ാമത്തെ ഷെല്ലാണ്, 2ാമത്തെ ഷെല്ലാണ്, 3ാമത്തെ ഷെല്ലാണ്, 4ാമത്തെ ഷെല്ലാണ്. ഈ ഷെല്ല് എന്ന് പറഞ്ഞാൽ ഷെല്ലിനെ തന്നെയാണ് നമ്മൾ ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ. ഷെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെല്ല് എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള എനർജി ലെവൽസിനെയാണ് നമ്മൾ ഷെല്ല് എന്ന് പറയുന്നത്. ഈ ഷെല്ല് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഷെല്ല് തന്നെയാണ്. ഈ ഓർബിറ്റൽസിന് നമ്മൾ മോഡേൺ ആയിട്ട് ഒരു ഡെഫിനിഷൻ കൊടുക്കും. ഇലക്ട്രോണിനെ ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ളത് ഓർബിറ്റലുകളിലാണ് എന്ന് പറഞ്ഞത്. നമ്മളിപ്പം ഒരു സ്കൂൾ തുടങ്ങി, നമ്മളിപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കാണാൻ സാധ്യതയുള്ള എവിടെയാണ്? സ്കൂളുകളിലാണ് കാണാൻ സാധ്യത. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ള വീടുകളിലാണ്. നമ്മളെ കാണാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് വീടുകളിലാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇലക്ട്രോണുകളെ, ഒരു ആറ്റത്തിൽ ഇലക്ട്രോണുകളെ കാണാൻ സാധ്യതയുള്ള ഏറ്റവും സാധ്യതയുള്ള എവിടെയാണ്? ഓർബിറ്റലുകളിലാണ്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓരോ ഷെല്ലുകളിലും, ഇപ്പം കെ എന്ന് പറയുന്ന ഷെല്ലുണ്ട്, എം, എൽ എന്ന് പറയുന്ന ഷെല്ലുണ്ട്, എം എന്ന് പറയുന്ന ഷെല്ലുണ്ട്, എൻ എന്ന് പറയുന്ന ഷെല്ലുകളുണ്ട്. ഈ ഓരോ ഷെല്ലുകളിലും ഉൾക്കൊള്ളാവുന്ന എത്ര ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഇതിനൊരു ഫോർമുലയുണ്ട്. 2n⁻². താഴെയും 2 ആണ്, മുകളിലും 2 ആണ്. താഴെയും 2 ആണ്, മുകളിലും 2 ആണ്. 2n⁻². നമ്മൾ 1ാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളെ കണ്ടെത്താൻ പറ്റും നമ്മൾ നോക്കി എങ്ങനെയാ കിട്ടുക? 2 × 1⁻². എത്രയാണ്? 2 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാം. 2ാമത്തെ ഷെല്ലില്, എൽ ഷെല്ലില് എത്ര ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ പറ്റും? 2 × 2⁻². 8 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ പറ്റും. 3ാമത്തെ എൽ എന്ന് പറയുന്ന ഷെല്ലിൽ എത്ര ഉൾക്കൊള്ളാൻ പറ്റും? 2 × 3². എത്രയാണ്? 18 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ പറ്റും. 4ാമത്തെ ഷെല്ലില്, എൻ എന്ന് പറയുന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ പറ്റും? 32 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ പറ്റും. മനസ്സിലായോ? ഞാൻ ഒന്നും കൂടി എഴുതാം. കെ എന്ന് പറയുന്ന ഷെല്ലുണ്ട്, എൽ എന്ന് പറയുന്ന ഷെല്ലുണ്ട്, എം എന്ന് പറയുന്ന ഷെല്ലുണ്ട്, എൻ എന്ന് പറയുന്ന ഷെല്ലുണ്ട്. കെ എന്ന് പറയുന്ന ഷെല്ല് എത്രയാണ്? 1ാമത്തെ ഷെല്ലാണ്. എൽ എന്ന് പറയുന്നത് 2ാമത്തെ ഷെല്ലാണ്. എം എന്ന് പറയുന്നത് 3ാമത്തെ ഷെല്ലാണ്. എൻ എന്ന് പറയുന്നത് 4ാമത്തെ ഷെല്ലാണ്. കെയിൽ ഉൾക്കൊള്ളാവുന്ന എത്ര ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാം? 2 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാം. എല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാം? 8 ഇലക്ട്രോണുകൾ. എമ്മിൽ എത്ര ഇലക്ട്രോണുകൾ? 18 ഇലക്ട്രോണുകൾ. എന്നിൽ എത്ര ഇലക്ട്രോണുകൾ? 32 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാം. എല്ലാവരും ഇത് നോട്ട് ചെയ്ത് വയ്ക്കാം. ഷെല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ഷെല്ല് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ആണ് അല്ലേ? നമ്മൾ ഷെല്ലുകൾ എന്നൊക്കെ പറയാറില്ലേ? കടൽ ജീവികളൊക്കെ ഷെല്ല് നമുക്ക് കിട്ടാറുണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു ന്യൂക്ലിയസിന്റെ ചുറ്റുമുള്ള എനർജി ലെവൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷെല്ല് എന്ന് പറയുന്നത്. ഈ ഓരോ ഷെല്ലിന്റെ ഉള്ളിലും എന്തൊക്കെയുണ്ട്? സബ് ഷെല്ലുകളുണ്ട്. ഓരോ ഷെല്ലിന്റെ ഉള്ളിൽ എന്തുണ്ട്? സബ് ഷെല്ലുകളുണ്ട്. ഓരോ ഷെല്ലിന്റെ ഉള്ളിലും സബ് ഷെല്ലുകളുണ്ട്. സബ് ഷെല്ലുകളെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് SPDF, GH എന്നൊക്കെ വരുന്ന സബ് ഷെല്ലുകളുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ എഫ് വരെ പഠിക്കുന്നു. SPDF എന്ന് പറയുന്ന സബ് ഷെല്ലുകളുണ്ട്. ഓരോ ഷെല്ലിലും എന്തുണ്ട്? സബ് ഷെല്ലുകളുണ്ട്. ഓരോ ഷെല്ലിലും എന്തുണ്ട്? സബ് ഷെല്ലുകളെ നമുക്ക് കാണാൻ സാധിക്കും.
sp_d_f ആണ് സബ്ഷെൽ. ഓർത്ത് വയ്ക്കുക. ഇപ്പൊ K എന്ന് പറയുന്ന ഷെല്ലില് ഒരു സബ്ഷെൽ ഉണ്ട്. L എന്ന് പറയുന്ന ഷെല്ലിൽ എന്തുണ്ട്? രണ്ട് സബ്ഷെല്ലുണ്ട്. എസും പി എന്ന് പറയുന്ന രണ്ട് സബ്ഷെല്ലുണ്ട്. M എന്ന് പറയുന്ന ഷെല്ലില് എസ് ഉണ്ട്, പി ഉണ്ട്, ഡി എന്ന് പറയുന്ന സബ്ഷെല്ല്. N എന്ന് പറയുന്ന ഷെല്ലിൽ എന്തുണ്ട്? എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. ഇത് നോക്കിയിട്ട് നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ആ കാര്യം? കാര്യം എന്താന്ന് വെച്ചാല് എല്ലാത്തിലും പൊതുവായിട്ടുള്ള സബ്ഷെല്ലാണ് എസ് എന്ന് പറയുന്ന സബ്ഷെല്ല്. എല്ലാത്തിലും പൊതുവായിട്ട് കാണുന്ന ഒന്നാണ്, പൊതുവായിട്ട് കാണുന്ന ഒരു സബ്ഷെല്ലാണ്, കോമൺ സബ്ഷെല്ലാണ് എസ് എന്ന് പറയുന്ന സബ്ഷെല്ല്. നമ്മൾ കുറച്ച് ഹയർ ക്ലാസ്സുകളിൽ നമ്മൾ ഓരോ സബ്ഷെല്ലുകളുടെ ഷേപ്പിനെയൊക്കെ പറ്റിയിട്ട് നമ്മൾ പഠിക്കും. ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഫർദർ ആയിട്ട് വീഡിയോസ്, വേറെ വീഡിയോസ് നമ്മൾ ഇതിനെ പറ്റിയിട്ട് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഇതെല്ലാവരും നോട്ട് ചെയ്ത് വയ്ക്കാം. എസില് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ എസിൽ ഉൾക്കൊള്ളാവുന്ന എത്ര ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ പറ്റും? എസില് 2 ഇലക്ട്രോണുകളെ, പി എന്ന് പറയുന്ന സബ്ഷെല്ലില് 6 ഇലക്ട്രോണുകളെയും, ഡി എന്ന് പറയുന്ന സബ്ഷെല്ലില് മാക്സിമം 10 ഇലക്ട്രോണുകളെയും, എഫ് എന്ന് പറയുന്ന സബ്ഷെല്ലില് മാക്സിമം 14 ഇലക്ട്രോണുകളെയുമാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. എസിൽ എത്രയാണ്? 2, പിയിൽ എത്രയാണ്? 6, ഡിയിൽ എത്രയാണ്? 10 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ പറ്റും. എഫിൽ എത്രയാണ്? 14 ഇലക്ട്രോണുകളെ, എഫിൽ 14 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ പറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? നമുക്ക് അറിയാവുന്ന ഒരു ആറ്റം വരയ്ക്കുകയാണ്. ഏതെങ്കിലും ഒരു എലമെന്റ്സിന്റെ ഒരു ആറ്റം എടുക്കാം. ഇപ്പൊ നമ്മള് ഒരു നൈട്രജൻ, നമുക്ക് ഒരു ആറ്റം എടുക്കുകയാണ്. നൈട്രജൻ എന്ന് പറയുന്ന ഒരു ആറ്റം എടുക്കുകയാണ്. നൈട്രജന്റെ സെഡ് നമ്പർ, അറ്റോമിക് നമ്പർ എത്രയാണ്? 7. 7 അറ്റോമിക് നമ്പർ ആണെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാണ്? 7 പ്രോട്ടോൺ ഉണ്ട്, 7 ഇലക്ട്രോണുകളുണ്ട്. 7 പ്രോട്ടോൺ ഉണ്ട്, 7 ഇലക്ട്രോൺ ഉണ്ട്. ഇപ്പൊ നമ്മള് ആറ്റത്തിലെ സെൻട്രൽ എന്താണ് ഉണ്ടാവുന്നത്? ന്യൂക്ലിയസ് ആണ്. ആ സെൻട്രല് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന്റെ ചുറ്റും ആദ്യത്തെ ഷെല്ല് കെ ഷെല്ലുണ്ട്. ഈ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ പറ്റും? 2 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ പറ്റും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഷെല്ല് ഏതാണ്? എൽ ഷെല്ലാണ്. എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ പറ്റും? എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ പറ്റും? 8 ഇലക്ട്രോണുകളെ എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ നമുക്ക് ഇവിടെ എത്രയാണുള്ളത്? 2, 5. അപ്പോഴേക്ക് അതിന്റെ ഇലക്ട്രോണുകളുടെ എണ്ണം കഴിഞ്ഞു. അപ്പൊ എത്രയായി? 1, 2, 3, 4, 5. ഇവിടെ 7 പ്രോട്ടോൺ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇതാണ് നൈട്രജൻ ആറ്റത്തിന്റെ ഘടന നമ്മൾ വരയ്ക്കുന്നത്. നൈട്രജന്റെ ആറ്റത്തിന്റെ ഘടന വരയ്ക്കുന്നത്. ഇനി നമുക്ക് വേറെ വരയ്ക്കാം. ഇങ്ങനെ നമുക്ക് പലതും വരയ്ക്കാം. ഓക്സിജൻ എടുക്കാം. ഓക്സിജൻ എത്രയാണ്? സെഡ് എത്രയാണ്? 8 ആണ്. ഓക്സിജന്റെ സെഡ് എത്രയാണ്? 8 ആണ് ഓക്സിജന്റെ സെഡ്. അപ്പൊ എത്ര പ്രോട്ടോൺ ഉണ്ട്? 8 പ്രോട്ടോണുകളുണ്ട്. 8 പ്രോട്ടോൺ ഉണ്ട്, 8 ഇലക്ട്രോണുകളുണ്ട്. ന്യൂട്രൽ സ്പീഷീസ് ആണ്. പ്രോട്ടോണും ഉണ്ട്. പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. ഇപ്പം നമ്മൾ വരയ്ക്കുകയാണ്, ഓക്സിജന്റെ വരയ്ക്കുകയാണെങ്കിൽ ഓക്സിജന്റെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് വെച്ചാൽ എങ്ങനെയാണ്? 2, 6, 8 ഇലക്ട്രോണിനായി. സെൻട്രൽ എന്താണ്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന്റെ 8 പ്രോട്ടോണുകളുണ്ട്. അത് കഴിഞ്ഞ് കെ എന്ന് പറയുന്ന ഷെല്ലുണ്ട്. കെ എന്ന് പറയുന്ന ഷെല്ലില് 2 ഇലക്ട്രോണിനെ ഉൾക്കൊണ്ടു. എൽ എന്ന് പറയുന്ന ഷെല്ലില് എത്ര ഇലക്ട്രോണിനെ ഉൾക്കൊള്ളാൻ പറ്റും? 6 ഇലക്ട്രോണുകളെ. 2 എണ്ണം, 4 എണ്ണം, 6 എണ്ണം. അപ്പൊ നമ്മൾ ഓക്സിജന്റെ ആറ്റത്തിന്റെ ഘടന നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് ഓക്സിജൻ കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് എഴുതി വെക്കുക കേട്ടോ.
എല്ലാവരും ഇത് എഴുതി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ വേറെ ഒരു മൂലകം നോക്കാം. സോഡിയം നോക്കാം. സോഡിയത്തിന്റെ സെഡ് എത്രയാണ്? 11 ആണ്. സോഡിയത്തിന്റെ സെഡ് എത്രയാണ്? 11 ആണ്. അറ്റോമിക് നമ്പർ എത്രയാണ്? സെഡിനെ നമ്മൾ എന്താണ് പറയുന്നത്? അറ്റോമിക നമ്പർ. അറ്റോമിക നമ്പർ എഴുതണം. അറ്റോമിക നമ്പർ എന്നാണ് പറയുന്നത്. അറ്റോമിക് നമ്പർ, ആറ്റോമിക നമ്പർ എന്നാണ് സെഡിനെ പറയുക. സെൻട്രൽ എന്താണുള്ളത്? പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. 11 പ്രോട്ടോൺസിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കും. ആദ്യത്തെ ഷെല്ലിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. 2 8 1 2 8 1. അപ്പൊ കെ എന്ന് പറയുന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ പറ്റും? 2 ഇലക്ട്രോണുകളെ. എൽ എന്ന് പറയുന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ പറ്റും? 8 ഇലക്ട്രോണുകളെ. എം എന്ന് പറയുന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളെ നമുക്കിവിടെ ഉണ്ട്? 1 ഇലക്ട്രോണുകളെ. എൽ എന്ന് പറയുന്ന ഷെല്ലില് 1 ഇലക്ട്രോണിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ ഇതാണ് അറ്റോമിക് നമ്പർ. പിന്നെ വേറൊരു ചോദ്യം വരുന്നത്, ഇപ്പൊ സോഡിയം ആണല്ലോ, സോഡിയം ആണ്. സോഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊക്കെ കറിയുപ്പ് എന്ന് പറയാറില്ലേ, അതിനെയാണ് നമ്മൾ സോഡിയം എന്ന് പറയുന്നത്. ഈ സോഡിയത്തിന്റെ പീരിയോഡിക് ടേബിള് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. ഒന്നാമത്തെ ഗ്രൂപ്പാണ്. ഒന്നാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഫസ്റ്റത്തെ ഗ്രൂപ്പാണ്. അതുപോലെ സോഡിയം ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് ഏതൊക്കെയാണ്? ഹൈഡ്രജൻ. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ഉണ്ട്, ലിഥിയം ഉണ്ട്, സോഡിയം ഉണ്ട്. ഹൈഡ്രജൻ ഒന്നാമതാണ്, ലിഥിയത്തിൻ്റെത് 3 ആണ്, സോഡിയത്തിൻ്റെത് 11 ആണ്. അപ്പൊ പിരീഡ് നമ്മൾ എത്രയാണ്? സോഡിയം എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഗ്രൂപ്പ് എത്രയാണ്? ഗ്രൂപ്പ് എത്രയാണ്? 1. പിരീഡ് 3 ആണ്. ഇത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ കാര്യം നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ നിന്ന് നമ്മൾ ഓരോ ഷെല്ലിലേക്ക് പോകുന്തോറും ഉള്ള അട്രാക്ഷൻസ് എന്ന് പറഞ്ഞ ആകർഷണ ബലം കുറഞ്ഞു കുറഞ്ഞു വരും. അതായത് ആറ്റത്തിൽ നിന്ന് കെ ഷെല്ലിൽ ഉണ്ടാവുന്ന ഇലക്ട്രോണുകളെ ന്യൂക്ലിയസ് നന്നായിട്ട് ആകർഷിക്കും. എൽ ഷെല്ലിൽ ഉണ്ടാവുന്ന ഇലക്ട്രോണുകളെ അത്രമാത്രം ആകർഷിക്കില്ല. അപ്പൊ എം ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെയോ അത്രയും ആകർഷിക്കില്ല. അപ്പൊ കെ ഷെല്ലിൽ ഉണ്ടാവുന്ന ഇലക്ട്രോണുകളെ നന്നായിട്ട് ആകർഷിക്കും. അപ്പൊ ന്യൂക്ലിയസിൽ നിന്ന് ഓരോ ഷെല്ലിലേക്ക് പോകുന്തോറും ഇലക്ട്രോണുകളുടെ ആകർഷണ ബലം എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞു വരും. പക്ഷെ വേറൊരു കാര്യം കൂടി വരുന്നുണ്ട്. എന്താണ് കൂടി വരുന്നത്? ന്യൂക്ലിയസിൽ നിന്ന് ഓരോ ഷെല്ലുകളിലേക്ക് പോകുന്നതോറും അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോണുകളുടെ എനർജി എന്തായും കൂടി കൂടി വരും. ഇലക്ട്രോണുകളുടെ എനർജി കൂടി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇലക്ട്രോണുകളുടെ എനർജി കൂടി കൂടി വരുന്നതായിട്ട് നമ്മൾ സബ്ഷെൽ ലെവൽസിൽ നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ 1s 2s 2p 3s 3p 3d 4s 4p 4d 4f. ഇതൊരു ട്രിക്കാണ്. ഇങ്ങനെയാണ് എനർജി കൂടി വരുന്നത്. 1s എനർജി കൂടുതലായിരിക്കും 2s എനർജി കൂടുതലായിരിക്കും 2pക്ക്, 2pയേക്കാൾ എനർജി കൂടുതലായിരിക്കും 3s എനർജി കൂടുതലായിരിക്കും 3pക്ക് അല്ലേ. 3s കഴിഞ്ഞാൽ 2s 2p 3s 3p, അത് കഴിഞ്ഞാൽ എന്താണ്? 4s. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? 3d വരുന്നത്. 3dയേക്കാൾ എനർജി കുറവാണ് 4s. 3dയേക്കാൾ എനർജി കുറവാണ് 4s. 3dയേക്കാൾ എനർജി കുറവാണ് 4s. ഇത് എല്ലാവരും നോട്ട് ചെയ്യുക കേട്ടോ. യേക്കാൾ എനർജി കുറവാണ് 4s. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമുക്ക്
ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഇത് മനസ്സിലാക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവരും ഇക്കാര്യം നോട്ട് ചെയ്യുക. 1s ആണ്, 1s കഴിഞ്ഞ് 2s വരുന്നു, 2s കഴിഞ്ഞ് 2p വരുന്നു, 3s വരുന്നു, 3p വരുന്നു, 3p കഴിഞ്ഞാൽ 3d ആണോ 4s ആണോ? 4s ആണ്, ശരിയാണ്, 4s ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് 3d-യിലേക്ക് ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ പി സബ്ഷനിൽ എത്ര ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യാം? 6 ഇലക്ട്രോണുകളെ. എസിൽ എത്രണ്ണം? 2 ഇലക്ട്രോണുകളെ. ഡിയിൽ എത്രണ്ണം? 10 ഇലക്ട്രോണുകളെ. എഫിൽ എത്രണ്ണം? 14 ഇലക്ട്രോണുകളെ. അങ്ങനെയാണ്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു എലമെന്റ്സിന്റെ ഇലക്ട്രോൺ വിന്യാസം, ഏതെങ്കിലും ഒരു എലമെന്റിന്റെ ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? മെഗ്നീഷ്യം എടുക്കാം. മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? മെഗ്നീഷ്യം എടുക്കാം. മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? സെഡ് വാല്യൂസ് എത്രയാണ്? 12 ആണ്. ശരിയാണ്, 12 ആണ്. 12 ആണെങ്കിൽ എത്ര പ്രോട്ടോണുകൾ ഉണ്ട്? 12 പ്രോട്ടോണുകളും ഉണ്ട്, 12 ഇലക്ട്രോണുകളും ഉണ്ട്. 12 പ്രോട്ടോണും ഉണ്ട്, 12 ഇലക്ട്രോണും ഉണ്ട്. മെഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ ഏത് ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്? ഒന്നാമത്തെ ഗ്രൂപ്പ് ആണോ? അല്ല, ആൽക്കലി എർത്ത് മെറ്റൽസിൽ വരുന്ന രണ്ടാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? രണ്ടാമത്തെ ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് എത്രയാണ്? മെഗ്നീഷ്യത്തിന്റെ ഗ്രൂപ്പ് എത്രയാണ്? രണ്ടാമത്തെ ഗ്രൂപ്പാണ് മെഗ്നീഷ്യം. ഇനി മെഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നമുക്ക് നോക്കിയാലോ? നോക്കാം അല്ലെ? ഷെല്ലുകളിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺ വിന്യാസം എഴുതിയാലോ? 2, പിന്നീട് 8, പിന്നെ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? 10 ഇലക്ട്രോണുകളായി. 2 ഇലക്ട്രോൺ. കെയിൽ 2, കെ എന്ന് പറയുന്ന ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ എന്ന് പറയുന്ന ഷെല്ലിൽ 8 ഇലക്ട്രോൺ, എം എന്ന് പറയുന്ന ഷെല്ലിൽ 2 ഇലക്ട്രോൺ. കെ എന്ന് പറയുന്ന ഷെല്ലിൽ നമുക്ക് സബ്ഷെൽ ലെവൽസിലേക്ക് എഴുതാം. 1s, 1s2, 2s2, 2p6, 2p6, 3s2, 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 3s2 എന്ന് പറഞ്ഞ 2 സിമ്പിൾസ് കാണിക്കുന്നുണ്ട്. 3s2 വാലൻസ് ഷെല്ലില് 2 ഇലക്ട്രോൺ ആണ്. വാലൻസ് ഷെല്ലില് 2 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ ഇതെന്താണ്? രണ്ടാമത്തെ ഗ്രൂപ്പാണ്. വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണ് ഉള്ളത്? അതായിരിക്കും ഗ്രൂപ്പ് നമ്പേഴ്സ്. ആൽക്കലി എർത്ത് മെറ്റൽസിൽ വരുന്ന രണ്ടാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. വാലൻസ് ഷെൽസിൽ 2 ഇലക്ട്രോൺ ആണ്. എസ് ആണ്, അതുകൊണ്ട് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. എസ് ആണ്, അതുകൊണ്ട് ഇത് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. മനസ്സിലായില്ല? ഇനി അതിന്റെ പീരീഡ് എത്രയാണെന്ന് നമ്മൾ എങ്ങനെ നോക്കുക? മെഗ്നീഷ്യം വരികയാണെങ്കിൽ ഹൈഡ്രജൻ ഉണ്ട്, ലിഥിയം ഉണ്ട്, സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. ലിഥിയം കഴിഞ്ഞാൽ എന്നാ വരുന്നത്? സോഡിയം, മഗ്നീഷ്യം അല്ലെ? ബെറീലിയം. ഇപ്പൊ പീരീഡ് എത്രയാണ്? പീരീഡ് 3 ആണ്. ഗ്രൂപ്പാണ്, പീരീഡ് വരുന്നത് 3 ആണ്. ഗ്രൂപ്പ് 2ഉം പീരീഡ് 3 ആണ്. എല്ലാവരും ഇത് നോട്ട് ചെയ്ത് വെക്കാം. ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴത്തെ കമന്റ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഇലക്ട്രോൺ വിന്യാസം പല എലമെന്റ്സിന്റെയും എഴുതാവുന്നതാണ്. ഇനി ഇങ്ങനെയുള്ള വിന്യാസം നമുക്ക് വേറൊരു എലമെന്റ്സിന്റെ എടുക്കാം. ബെറീലിയം, നേരത്തെ നമ്മൾ കണ്ട ബെറീലിയം എടുക്കാം. ബെറീലിയത്തിന്റെ എത്രയാണ്? സെഡ് വാല്യൂസ് എത്രയാണ്? സെഡ് 4 ആണ്. ബെറീലിയം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറീലിയം ആണ് അല്ലേ? ബെറീലിയം 4 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 2. 1s2 ഇതതിന്റെ ഷെല്ലിൽ നമ്മൾ എഴുതുന്നതാണ്. ഷെല്ലിലെ വിന്യാസം കെയില് 2 ഇലക്ട്രോൺ, എല്ലില് 2 ഇലക്ട്രോൺ. 1s2, 2s2. 2s2 എന്ന് പറയുന്നത് കൊണ്ടാണ് വാലൻസ് ഷെൽസിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഇത് രണ്ടാമത്തെ ഗ്രൂപ്പാണ്. വാലൻസ് ഷെൽസിൽ 2 ഇലക്ട്രോൺ ആണ്. അപ്പൊ രണ്ടാമത്തെ ഗ്രൂപ്പാണ്. എസ് ബ്ലോക്ക് എലമെന്റ്സുകളാണ്. ഇങ്ങനെ നമുക്ക് എഴുതാം. നമുക്ക് ക്ലോറിൻ എന്ന് പറയുന്ന ഒരു ആറ്റത്തെ പരിചയപ്പെട്ടാലോ? ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഹാലജൻസ് ആണ്. ക്ലോർ സെഡ് വാല്യൂ എത്രയാണ്? 17 ആണ്. യെസ്, 17 ആണ്. അപ്പൊ എത്ര പ്രോട്ടോണുകൾ ഉണ്ടാവും?
17 പ്രോട്ടോണുകൾ ഉണ്ടാവും. ശരിയാണ്. എത്ര ഇലക്ട്രോണുകൾ ഉണ്ടാവും? പ്രോട്ടോണുകൾ 17 ഇലക്ട്രോണുകളും ഉണ്ടാവും. ഇന്ന് അതിന്റെ ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയാലോ? ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടാവും? കെ ഷെല്ലില് 2 ഇലക്ട്രോൺ, എൽ ഷെല്ലില് 8 ഇലക്ട്രോൺ, എം ഷെല്ലില് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 7 ഇലക്ട്രോൺ. ഇലക്ട്രോൺ വിന്യാസം എഴുതിയാലോ? 1s2, 2s2, 2p6, 3s2, 3p5. 3p5 ആണ്. അപ്പോൾ വാലൻസ് ഷെൽസിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7. അപ്പൊ ഇതിന്റെ ഗ്രൂപ്പ് എത്രയാണ്? 17. ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് ക്ലോറിൻ എന്ന് പറയുന്ന എലമെന്റ്സ്. ക്ലോറിൻ എന്ന് പറയുന്ന ക്ലോറിൻ ആറ്റം. ക്ലോറിൻ എങ്ങനെയാണ് നമ്മൾ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത്? Cl2 ആയിട്ടാണ്. ക്ലോറിൻ മോളിക്യൂൾ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്നത് ക്ലോറിൻ ആറ്റത്തിന്റെ കാര്യമാണ്. ഇപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ക്ലോറിനെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് കുറച്ചുകൂടി വലിയ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാലോ? നമുക്ക് സ്കാൻഡിയം എടുക്കാം. ട്രാൻസിഷൻ മെറ്റൽസ് ആണ് സ്കാൻഡിയം. ട്രാൻസിഷൻ മെറ്റൽസ് നമ്മൾ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയും. സ്കാൻഡിയം എന്ന് പറഞ്ഞാൽ സംക്രമണ മൂലകങ്ങളിൽപ്പെട്ടതാണ്. സെഡ് എത്രയാണ്? സെഡ് വാല്യൂ എത്രയാണ്? 21. സെഡ് വാല്യൂ എത്രയാണ്? 21. അതിന്റെ കെയിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? 2 ഇലക്ട്രോണുകൾ. എല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? 8 ഇലക്ട്രോണുകൾ. എമ്മിൽ എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ പറ്റും? എത്ര ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ പറ്റും? 18 ഇലക്ട്രോണുകളെ എല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റും. ഇനി എത്രയുണ്ട്? 20 11 അല്ലേ? 21 ആണെങ്കിൽ 11 ഇലക്ട്രോണുകളെ എം എന്ന് പറയുന്ന ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി എന്തായി? 1s2, 2s2. നമുക്ക് അങ്ങനെ എഴുതാം. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d1 ആണ്. ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് സ്കാൻഡിയം ഉള്ളത്. ഇതിനെ നമുക്ക് എങ്ങനെ ചുരുക്കെഴുത്ത് എങ്ങനെ എഴുതാം? നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമുക്ക് എന്താ അറിയാം? ഹീലിയം ഉണ്ട്, നിയോൺ ഉണ്ട്, ആർഗൺ ഉണ്ട്, ക്രിപ്റ്റോൺ ഉണ്ട്, സിനോൺ ഉണ്ട്. ഇവയൊക്കെ എന്താണ്? അലസവാതകങ്ങളാണ്. ഗ്രൂപ്പ് 18 എലമെന്റ്സുകളാണ്. ഗ്രൂപ്പ് 18 എലമെന്റ്സുകളാണ്. ഏതൊക്കെയാണ്? ഹീലിയം ഉണ്ട്, നിയോൺ ഉണ്ട്, ആർഗൺ ഉണ്ട്, ക്രിപ്റ്റോൺ ഉണ്ട്, സിനോൺ ഉണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അതിനെപ്പറ്റി മനസ്സിലാവാത്ത പറ്റിയിട്ട് അയ്യോ എനിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ബേജാറാവേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ അവസാനം നമ്മൾ പഠിച്ചു വരും കേട്ടോ. നമ്മൾ ഓരോ ക്ലാസ്സുകൾ കഴിയും തോറും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വരും. അപ്പൊ എന്താണ്? ഹീലിയം ഉണ്ട്, നിയോൺ ഉണ്ട്, ആർഗൺ ഉണ്ട്, ക്രിപ്റ്റോൺ ഉണ്ട്, സിനോൺ ഉണ്ട്. ഹീലിയത്തിന്റെ എത്രയാണ്? 2. നിയോണിന്റെ എത്രയാണ്? 10. ആർഗണിന്റെ എത്രയാണ്? 18. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇനി ഇതിന്റെ ചുരുക്കെഴുത്ത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആർഗൺ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് 18 ഇലക്ട്രോണിന് നമ്മളിപ്പോ ഫിൽ ചെയ്ത് കഴിഞ്ഞു. 18 ഇലക്ട്രോണിന് കഴിഞ്ഞു. ഇനി നമുക്ക് 3d1 എന്ന് എഴുതി കഴിഞ്ഞാൽ സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇത്രയേ പണിയുള്ളൂ. സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് ഓരോ എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി നമുക്ക് മറ്റൊരു സംക്രമണ മൂലകത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതി നോക്കില്ല. ഇപ്പൊ നമ്മൾ സ്കാൻഡിയത്തിന്റെ എഴുതി നോക്കി. ഇനി വേറൊരു മൂലകത്തിന്റെ സംക്രമണ മൂലകത്തിന്റെ ട്രാൻസിഷൻ മെറ്റൽസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അത് ഏത് എലമെന്റ് ആണ്? പറഞ്ഞോളൂ. ഏതെങ്കിലും ഒരു എലമെന്റ്സിന്റെ പേര് പറഞ്ഞു. ഏതാണ്? മാംഗനീസ്. ഓക്കെ, ശരിയാണ്. മാംഗനീസ് എന്ന് പറയുന്ന എലമെന്റ് ആണ്. മാംഗനീസിന്റെ സെറ്റ് വാല്യൂസ് എത്രയാണ്?
മാംഗനീസിന്റെ Z വാല്യൂ എത്രയാണ്? 25. ശരിയാണ്. മാംഗനീസിൻ്റെത് 25ആണ്. 21 മുതൽ 30 വരെയാണ് സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ മെറ്റൽസുകളുള്ളത്. ഏതൊക്കെയാണ്? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയോൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഏതാണ്ട് ആവശ്യമില്ല. ഇതിന് ഒരു സൂത്രമുണ്ട്. സ്കാൻഡി സ്കാൻഡിവിക്രമൻ, ഫെക്കോനിക്കോസ്. ഫെക്കോനിക്കോസ് എന്ന് നമുക്ക് ഓർത്തു കഴിഞ്ഞാൽ, ഇവിടെ സിമ്പിൾസ് വെച്ച് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മെമ്മറൈസ് ചെയ്തിരിക്കും. സ്കാൻഡിവിക്രമൻ, ഫെക്കോനിക്കോസൻ. ഇങ്ങനെയുള്ള ഓരോ എലമെന്റ്സിന്റെ ഓരോ പീരീഡ് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോ ക്ലാസ്സുകളിൽ നമ്മളിങ്ങനെ പരിചയപ്പെടുത്തും. ഇപ്പം നമ്മൾ പഠിച്ച ട്രാൻസിഷൻ എലമെന്റ്സിന്റെ എങ്ങനെയാണ്? സ്കാൻഡിവിക്രമൻ, ഫെക്കോനിക്കോസൻ. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനസ്, അയോൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഇതിന്റെ നമ്മൾ മാംഗനീസിന് നമ്മളെടുത്ത കെയിൽ എത്ര ഇലക്ട്രോണുകൾ ഫിൽ ചെയ്യാം? 2 ഇലക്ട്രോൺ. ശരിയാണ്, 2 ഇലക്ട്രോൺ. എല്ലിൽ എത്രയാണ്? 8 ഇലക്ട്രോൺ. എമ്മിൽ എത്ര ഇലക്ട്രോണുകൾ ഇനി ഫിൽ ചെയ്യാൻ പറ്റും? 25ആണ്. 15 ഇലക്ട്രോണുകൾ. എം എന്ന് പറയുന്ന ഷെല്ലില് 15 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ചുരുക്കി എഴുതിയാലോ? ഇനി നമ്മളത് പഠിച്ചു കഴിഞ്ഞല്ലോ. എങ്ങനെ എഴുതാൻ പറ്റും? ആർഗൺ എന്നിട്ടൊരു സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പൊ 18 ഇലക്ട്രോണുകൾ ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ്? ഫോറസിൽ എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ പറ്റും? 2 ഇലക്ട്രോണുകൾ. 3d5. ഫോറസ് to 3d5. ഇങ്ങനെ. ഇനി നമുക്ക് അയോൺ ആണ് വേണ്ടെങ്കിലോ? അയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എഴുതേണ്ടതെങ്കിലോ എങ്ങനെ എഴുതാം? അയോൺ എന്ന് പറഞ്ഞാൽ 26 ആണ്. അപ്പൊ ഇങ്ങനെ എഴുതാം. വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഫോറസ് to 3d6 ആയി. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഓരോ എലമെന്റുകളുടെ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻസ്, ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നതിനെ പറ്റിയിട്ട് നമ്മൾ എങ്ങനെ ട്രിക്കുകളെ പറ്റിയിട്ടും അതിലെപ്പോലെ എന്തെങ്കിലും ട്രിക്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ ട്രിക്കുകൾ ഉണ്ടെങ്കിൽ പലതരത്തിലുള്ള അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് വിന്യാസം എഴുതുന്നതിന് പലതരത്തിലുള്ള ട്രിക്കുകളുണ്ട്. ഈ ട്രിക്കുകളെല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടും. അതിൻ്റെ കൺസെപ്ച്വലി ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കും. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള, ഇതൊക്കെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. വ്യത്യസ്തമായിട്ട് കാണിക്കുന്ന രണ്ട് എന്തുണ്ട്? ട്രാൻസിഷൻ മെറ്റൽസുകളുണ്ട്. ഏതൊക്കെയാണ്? ക്രോമിയമുണ്ട്, കോപ്പർ എന്ന് പറയുന്ന 2 മെറ്റൽസിന്, ട്രാൻസിഷൻ മെറ്റൽസ് വ്യത്യസ്തമായിട്ടുള്ള ഇലക്ട്രോൺ വിന്യാസം കാണിക്കുന്നുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഴയ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ ഇതിൻ്റെ താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഉപകാരപ്പെടും. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.